ലോകം കടുപ്പമേറിയ ബോസ്. അലങ്കരിച്ച ചില്ലുകളും AC-യുടെ തണുപ്പും ചെരുപ്പിന്റെ നേരിയ ശബ്ദം പോലും വലിയ കോൺക്രീറ്റ് കെട്ടിടത്തിന്റെ നിശബ്ദതയിൽ മുഴച്ചു കേൾക്കുന്നതുപോലെ തോന്നി മാളവികയ്ക്ക്. പേപ്പർ മിൽ ഉടമയും കോർപ്പറേറ്റ് ലോകത്തെ അധികായനുമായ അനന്തൻ മേനോൻ എന്ന വ്യക്തിയുടെ പേഴ്സണൽ സെക്രട്ടറിയായി ജോലിക്ക് പ്രവേശിക്കുമ്പോൾ അവളുടെ നെഞ്ചിടിപ്പിന് യാതൊരു കുറവുമുണ്ടായിരുന്നില്ല. ഇതൊരു സാധാരണ ജോലിയായിരുന്നില്ല. നാട്ടിൻപുറത്തെ അധ്വാനശീലമുള്ള ഒരു വീട്ടിൽ നിന്ന് നഗരത്തിന്റെ പളപളപ്പിലേക്ക് ആദ്യമായി പറിച്ചു നടപ്പെട്ടവളാണ് മാളവിക. എങ്കിലും വീട്ടിലെ കടങ്ങളും അമ്മയുടെ ചികിത്സയും അവൾക്ക് ധൈര്യം നൽകി. മിസ് മാളവിക, സീനിയർ മാനേജർ ശ്രീമതി ദീപക് അവളുടെ പേര് വിളിച്ചു. മിസ്റ്റർ മേനോൻ ദേഷ്യക്കാരനാണ്, കർക്കശക്കാരനാണ്. സമയം വൈകരുത്, ഫയലുകൾ തെറ്റരുത്. അദ്ദേഹത്തിന്റെ എല്ലാ കാര്യങ്ങളും കൃത്യമായി അറിഞ്ഞിരിക്കണം. പ്രത്യേകിച്ച് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ കാര്യങ്ങളിൽ യാതൊരു സ്വാതന്ത്ര്യവും എടുക്കരുത്. ദീപക് പോയ ശേഷം മാളവിക അനന്തൻ മേനോന്റെ വിശാലമായ ക്യാബിനിലേക്ക് പ്രവേശിച്ചു. ഗ്ലാസ് ജനലിനപ്പുറം നഗരം മുഴുവൻ പരന്നു കിടക്കുന്നു. കറങ്ങുന്ന കസേരയിലിരുന്ന് ടൈറ്റ് ചെയ്ത ഷർട്ടും കറുത്ത പാൻസും അണിഞ്ഞ് നെറ്റിയിൽ നേരിയ ചുളിവുകളോടെ ഒരു കമ്പ്യൂട്ടറിലേക്ക് കണ്ണും നട്ടിരിക്കുകയാണ് അനന്തൻ. അയാളുടെ മുഖത്ത് ഒരു പുഞ്ചിരിയുടെ നേരിയ ലാഞ്ചന പോലുമില്ല. ദേഷ്യം കടുപ്പമേറിയ ഒരു നിഴലായി അയാളെ പൊതിഞ്ഞു നിൽക്കുന്നതായി അവൾക്ക് തോന്നി. മിസ് മാളവിക, നിങ്ങൾ ലേറ്റ് ആണ്. സോറി സർ, സോറി, കേൾക്കാൻ എനിക്ക് സമയമില്ല. നിങ്ങൾ ഇവിടെ വന്നത് സമയം കളയാനല്ല. ഈ ഫയലുകൾ ഇന്ന് രാത്രി 8 മണിക്ക് മുമ്പ് സെറ്റിൽ ചെയ്ത് ഡിജിറ്റലായി എനിക്ക് മെയിൽ ചെയ്തിരിക്കണം. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ദീപകിനോട് ചോദിക്കുക. എന്നോട് മറുചോദ്യം ചോദിക്കുന്നത് എനിക്കിഷ്ടമല്ല. അനന്തന്റെ ശബ്ദം ഭീഷണിപ്പെടുത്തുന്നതുപോലെ കടുപ്പമേറിയതായിരുന്നു. മാളവികയുടെ കയ്യിൽ നിന്ന് പേപ്പറുകൾ നേരിയ ശബ്ദത്തോടെ താഴെ വീണു. സർ, ഞാൻ പോവാം. ഗെറ്റ് ബാക്ക് ടു വർക്ക്. മാളവിക നിശബ്ദയായി ഫയലുകളുമായി പുറത്തേക്ക് വന്നു. നാട്ടിൻപുറത്തെ ലാളിത്യം മാത്രം കൈമുതലായുള്ള അവൾക്ക് ഈ പുതിയ ലോകം ഒരു വലിയ കെണിയാണെന്ന് തോന്നി. ആദ്യ ദിവസങ്ങളിൽ തന്നെ അവൾക്ക് പലതവണ ശാസന കേൾക്കേണ്ടി വന്നു. അനന്തൻ ഒരു കടുപ്പക്കാരനായ ബോസ് മാത്രമായിരുന്നില്ല. അയാൾ ആരുമായും അടുക്കാത്ത, ലോകത്തോട് തന്നെ ദേഷ്യമുള്ള ഒരു ഒറ്റപ്പെട്ട വ്യക്തിയായിരുന്നു. ആദിയുടെ രംഗപ്രവേശം. 2 ആഴ്ചകൾക്ക് ശേഷം ഒരു തിരക്കിട്ട വൈകുന്നേരം കോൺഫറൻസ് മീറ്റിംഗുകൾക്കിടയിൽ മാളവിക ഫയലുകൾ ഒരുക്കുകയായിരുന്നു. അപ്പോഴാണ് ആ കാഴ്ച കണ്ടത്. ക്യാബിന്റെ വാതിൽ തുറന്ന് കയ്യിൽ ഒരു ടെഡി ബെയറുമായി ഒരു കുഞ്ഞു മാലാഖ അകത്തേക്ക് കടന്നു വന്നു. ആദി അനന്തൻ മേനോന്റെ 3 വയസ്സുകാരനായ മകൻ. അവൻ തറയിൽ വെച്ചിരുന്ന ഒരു വലിയ ചെടിച്ചട്ടിയിൽ പിടിച്ച് ബാലൻസ് ചെയ്യുകയായിരുന്നു. ഡാഡി, ഡാഡി, എനിക്കിന്ന് പ്ലേ സ്കൂളിൽ പോണ്ട. എനിക്ക് ഡാഡിയുടെ അടുത്ത് വേണം. ആദി, ഞാൻ മീറ്റിംഗിലാണ്. ദീപക് നിന്നെ വീട്ടിൽ കൊണ്ടുപോയി ഡ്രൈവറെ ഏൽപ്പിക്കും. ഇപ്പോൾ ഇവിടെ ഇരിക്കരുത്. അനന്തൻ ദേഷ്യപ്പെട്ടു. എന്നാൽ ആദി അതൊന്നും ശ്രദ്ധിക്കാതെ നിലത്തിരുന്ന് കരയാൻ തുടങ്ങി. മീറ്റിംഗ് മുറിയിൽ നിന്ന് ദേഷ്യത്തോടെ പുറത്തു വന്ന അനന്തൻ ആദിയെ എടുക്കാൻ ശ്രമിച്ചു. എനിക്ക് വേണ്ട, ഡാഡിക്ക് എന്നെ വേണ്ട. ആ രംഗം കണ്ട മാളവികയുടെ ഹൃദയം വിങ്ങി. അവൾ പതിയെ അവിടേക്ക് ചെന്നു. അനന്തന്റെ കണ്ണുകൾ അവളോടുള്ള ദേഷ്യം കൊണ്ട് തിളങ്ങി. എന്താ മിസ് മാളവിക, നിങ്ങൾ എന്തിനാണ് ഇവിടെ നിൽക്കുന്നത്? ജോലി നോക്കുക. കുട്ടിയുടെ വിഷമം കണ്ടപ്പോൾ അവൾ പതുക്കെ പറഞ്ഞു. മാളവിക ആദിയുടെ അടുത്ത് മുട്ടുകുത്തിയിരുന്നു. കയ്യിലിരുന്ന ഒരു ചെറിയ കളിപ്പാട്ടമെടുത്ത് അവൾ ആദിയെ കാണിച്ചു. മോന്റെ പേരെന്താ? ആദി അവന്റെ ശബ്ദം നേർത്തു. എന്റെ പേര് മാളു എന്നാണ്. മോനൊരു മിഠായി തിന്നാമോ? പക്ഷേ കരഞ്ഞാൽ മാളുവിന് തരില്ലല്ലോ. മാളവികയുടെ സൗമ്യമായ സംസാരം ആദിയെ പതിയെ ശാന്തനാക്കി. അവൻ കരച്ചിലടക്കി മാളവികയെ നോക്കി. അവന്റെ കണ്ണുകൾക്ക് എന്തോ ഒരു ആശ്വാസം ലഭിച്ചതുപോലെ. അവന്റെ കൈകളിലെ ടെഡി ബെയറിൽ പിടിച്ച് അവൾ ചിരിച്ചു. മോൻ കളിക്കുവല്ലേ? മാളുവിനോട് ദേഷ്യം തോന്നണ്ട. ആദി പതിയെ തലയാട്ടി. അനന്തൻ ആകെ അമ്പരന്ന് ആ കാഴ്ച കണ്ടുനിന്നു. താൻ ദേഷ്യപ്പെട്ട് നിയന്ത്രിക്കാൻ ശ്രമിച്ച മകൻ ഈ പുതിയ പെൺകുട്ടിയുടെ നിഷ്കളങ്കമായ വാത്സല്യത്തിനു മുന്നിൽ പെട്ടെന്ന് കീഴടങ്ങിയിരിക്കുന്നു. അന്ന് രാത്രി മാളവികയെ വീട്ടിൽ കൊണ്ടുവിടാൻ പോകുമ്പോൾ അനന്തൻ ആദ്യമായി അവളോട് ദേഷ്യത്തോടെ അല്ലാതെ സംസാരിച്ചു. മിസ് മാളവിക, നന്ദിയുണ്ട്. എന്റെ മകൻ, അവൻ പൊതുവെ അങ്ങനെ പെരുമാറാറില്ല. സാരമില്ല സർ, കുട്ടികളല്ലേ, അവരെ സ്നേഹത്തോടെ കണ്ടാൽ മതി, മാളവിക പ്രതികരിച്ചു. അനന്തൻ ഒന്നും മിണ്ടിയില്ല. എന്നാൽ ഒരു നാട്ടിൻപുറത്തുകാരിയായ പാവം പെൺകുട്ടിയുടെ സ്നേഹം തന്റെ കർക്കശമായ ലോകത്തേക്ക് ഒരു വെളിച്ചമായി കടന്നുവരികയായിരുന്നു എന്ന ചിന്ത അവന്റെ മനസ്സിൽ ആദ്യമായി ഉടലെടുത്തു. മാളവിക എന്ന പേഴ്സണൽ സെക്രട്ടറി തന്റെ മകന്റെ ലോകത്ത് ഇനി ഒഴിച്ചുകൂടാനാവാത്ത ഒരു സാന്നിധ്യമാകുമെന്ന് അയാൾ അറിഞ്ഞിരുന്നില്ല. വാത്സല്യത്തിന്റെ വെളിച്ചം. ആദിയുമായി ഓഫീസിൽ വെച്ചുണ്ടായ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മാളവികയുടെ ജീവിതം പതിയെ മാറി തുടങ്ങി. അനന്തൻ മേനോൻ ഇപ്പോഴും കർക്കശക്കാരനാണെങ്കിലും ദേഷ്യം പറയുമ്പോൾ അവന്റെ കണ്ണുകളിൽ ആദ്യമുണ്ടായിരുന്ന കടുപ്പം കുറഞ്ഞിരുന്നു. അയാൾ അവളെ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് അവൾക്ക് തോന്നി. ആദിയാകട്ടെ മാളവികയെ അവന്റെ മാളു ആന്റി എന്ന് വിളിച്ച് വല്ലാതെ അടുത്തിരുന്നു. മിക്കവാറും ദിവസങ്ങളിൽ അനന്തന് ആദിയെ ഓഫീസിൽ കൊണ്ടുവരേണ്ടി വന്നു. കാരണം
അവന്റെ ഡേ കെയർ സെന്ററിലെ അന്തരീക്ഷം അവന് പൊരുത്തപ്പെടാൻ കഴിയുന്നില്ലായിരുന്നു. ആദിയുടെ അടുത്തിരിക്കാനുള്ള ഉത്തരവാദിത്തം പതിയെ മാളവികക്ക് മാത്രമായി. മാളു ആന്റി, നമുക്ക് ഒരുമിച്ച് ഡോക്ടർ സെറ്റ് വെച്ച് കളിക്കാമോ? ഡാഡി എപ്പോഴും ഫോണിലാണ്. മാളവിക ചിരിക്കും. ഉച്ചഭക്ഷണ സമയത്ത് ഒരു കോർപ്പറേറ്റ് കെട്ടിടത്തിന്റെ 3-ാം നിലയിലുള്ള ആ വിശാലമായ ക്യാബിനരികിൽ മാളവികയും ആദിയും അവരുടെ ലോകം സൃഷ്ടിച്ചു. അവൾ നാട്ടിൻപുറത്തെ കഥകളും പാട്ടുകളും അവന് പാടിക്കൊടുത്തു. മാളവികയുടെ സാമീപ്യം ആദിക്ക് അമ്മയുടെ വാത്സല്യം പോലെ ഒരു താങ്ങായി. ഇതെല്ലാം അനന്തൻ ശ്രദ്ധിച്ചു. തന്റെ ഡിവോഴ്സിന് ശേഷം ഒറ്റപ്പെട്ട് ദേഷ്യക്കാരനായി മാറിയ താനും തന്നെപ്പോലെ ഒറ്റപ്പെട്ട മകനും മാളവികയുടെ വരവോടെ സന്തോഷം എന്താണെന്ന് അറിയാൻ തുടങ്ങി. ഒരു ദിവസം അടിയന്തിരമായി ഒരു ഫയൽ കണ്ടെത്താൻ കഴിയാതെ വന്നപ്പോൾ അനന്തൻ പതിവ് പോലെ ദേഷ്യപ്പെട്ടു. മിസ് മാളവിക, നിങ്ങൾക്ക് ഒരു ഉത്തരവാദിത്തവുമില്ലേ? ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. മാളവിക തലകുനിച്ചു നിന്നു. കണ്ണുകൾ നിറഞ്ഞിരുന്നു. ആദി ഇത് കണ്ട് ഓടിവന്നു. തന്റെ കുഞ്ഞു കൈകൊണ്ട് അനന്തന്റെ പാന്റിൽ പിടിച്ചു വലിച്ചു. ഡാഡി, മാളു ആന്റിയെ വഴക്ക് പറയണ്ട. മാളു ആന്റി ഗുഡ് ഗേൾ ആണ്. ആദിയുടെ ഈ പ്രതികരണം അനന്തനെ ഞെട്ടിച്ചു. അവൻ നിശബ്ദനായി. പോവുക മിസ് മാളവിക, ഫയൽ തിരയുക. ദേഷ്യം മുഴുവൻ അടക്കിക്കൊണ്ട് അയാൾ പറഞ്ഞു. മാളവിക പുറത്തേക്ക് പോയി. എന്നാൽ അനന്തന്റെ കണ്ണുകൾ തന്റെ മകന്റെ നിഷ്കളങ്കമായ മുഖത്തും പോയ വഴിയെ മാളവികയുടെ മുഖത്തും മാറി മാറി ഉടക്കി. ഈ പെൺകുട്ടി തന്റെ ലോകത്ത് എന്തൊക്കെയോ മാറ്റങ്ങൾ വരുത്തുന്നു. ഒരുപാട് പണവും പ്രശസ്തിയും ഉണ്ടായിട്ടും തനിക്കും മകനും നഷ്ടപ്പെട്ട സ്നേഹവും ലാളിത്യവുമാണ് അവൾ തിരികെ നൽകുന്നതെന്ന് അയാൾ തിരിച്ചറിഞ്ഞു. മാളവികയോടുള്ള അയാളുടെ കാഴ്ചപ്പാട് ജോലിയുടെ അതിരുകൾക്കപ്പുറത്തേക്ക് കടന്നു തുടങ്ങി. പ്രണയമെന്ന നിഴൽ ഭാഗം 3. മതിൽ തകരുന്നു. മാളവികയുടെ സാന്നിധ്യം അനന്തന്റെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളിലും ഒരു സാധാരണ സംഭവമായി മാറി. ആദിക്ക് അവധിയുള്ള ദിവസങ്ങളിൽ അനന്തൻ മാളവികയെ വിളിച്ച് അവനോടൊപ്പം വീട്ടിൽ ചെലവഴിക്കാൻ ആവശ്യപ്പെട്ടു. അതെല്ലാം ജോലിയുടെ ഭാഗമാണെന്ന് അവൾ വിശ്വസിച്ചു. ഒരു ശനിയാഴ്ച അനന്തന്റെ വീട്ടിൽ ഉച്ചഭക്ഷണം കഴിച്ച ശേഷം മാളവിക ആദിയെ കഥകൾ പറഞ്ഞു ഉറക്കുകയായിരുന്നു. അനന്തൻ ദൂരെയിരുന്ന് അവരെ ശ്രദ്ധിച്ചു. മാളവികയുടെ മുടിയിഴകൾ ഒതുക്കിവെച്ചുകൊണ്ടുള്ള പരിചരണവും ആദിയെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന വാത്സല്യവും അവന്റെ മനസ്സിൽ വല്ലാത്തൊരു അനുഭൂതി നിറച്ചു. അനന്തൻ പതിയെ അവളുടെ അടുത്ത് ചെന്നിരുന്നു. മിസ് മാളവിക, എനിക്ക് നിങ്ങളോട് കുറച്ച് സംസാരിക്കാനുണ്ട്. മാളവിക പെട്ടെന്ന് ഞെട്ടിയെഴുന്നേറ്റു. എന്തെങ്കിലും തെറ്റുപറ്റിയോ? നിങ്ങൾ കാരണം എനിക്കൊരു തെറ്റും പറ്റിയിട്ടില്ല. അനന്തൻ ദീർഘമായി ശ്വാസമെടുത്തു തുടങ്ങി. ഞാനൊരു കർക്കശക്കാരനാണ്, നിങ്ങൾക്കറിയാം. ഭാര്യ പിരിഞ്ഞു പോയ ശേഷം ലോകത്തോട് മുഴുവൻ എനിക്ക് ദേഷ്യമായിരുന്നു. എനിക്ക് ആരെയും വിശ്വസിക്കാൻ കഴിഞ്ഞിരുന്നില്ല. അയാൾ മകന്റെ തലയിൽ തലോടി. എന്നാൽ നിങ്ങൾ വന്ന ശേഷം ആദി ഒരുപാട് മാറി. അവൻ സന്തോഷവാനായി. എന്റെ വീട്ടിലെ മരിച്ച അന്തരീക്ഷം മാറ്റി നിങ്ങൾ വെളിച്ചം കൊണ്ടുവന്നു. മാളവിക, എനിക്ക്. അനന്തന്റെ ശബ്ദം ഇടറി. മാളവിക കണ്ണീരോടെ അവനെ നോക്കി. എനിക്ക് നിങ്ങളെ വെറുമൊരു ജീവനക്കാരിയായി കാണാൻ കഴിയുന്നില്ല. നിങ്ങൾ എന്റെ മകന്റെ ഏറ്റവും നല്ല സുഹൃത്തായി. ഒരുപക്ഷെ എന്റെയും. അവൾ മറുപടി ഒന്നും പറഞ്ഞില്ല. അവളുടെ മുഖത്തെ നിഷ്കളങ്കതയും ഭയവും കണ്ടപ്പോൾ അനന്തൻ തുടർന്നു. നിങ്ങളൊരു നല്ല നാട്ടിൻപുറത്തുകാരിയാണ്, ലാളിത്യമുള്ളവളാണ്. എന്റെ പണവും ജീവിത രീതിയും നിങ്ങളെ ഭയപ്പെടുത്തുന്നുണ്ടാകാം. പക്ഷേ നിങ്ങൾ എന്റെയും ആദിയുടെയും ജീവിതത്തിലുണ്ടായിരിക്കണം. അതെന്തായിരിക്കണം എന്ന് നിങ്ങൾ ആലോചിച്ച് മറുപടി പറയുക. അനന്തൻ പ്രണയം തുറന്നു പറഞ്ഞ ആ രാത്രിയിൽ മാളവിക ഉറങ്ങിയില്ല. ഒരു വശത്ത് താൻ ആരാധനയോടെ മാത്രം കണ്ടിരുന്ന ബോസിന്റെ വാത്സല്യം, മറുവശത്ത് താനും അവന്റെ മകനും തമ്മിലുള്ള അടുപ്പം അവൾക്ക് സമ്മാനിച്ച സന്തോഷം. പണത്തിന്റെ ഭംഗി അവളെ ആകർഷിച്ചില്ല, മറിച്ച് അനന്തൻ എന്ന ഒറ്റപ്പെട്ട മനുഷ്യന്റെ ഹൃദയത്തിലെ സ്നേഹം അവൾ തിരിച്ചറിഞ്ഞു. പ്രണയമെന്ന നിഴൽ ഭാഗം 4 ക്ലൈമാക്സ്. പ്രണയം പൂവണിയുമ്പോൾ മാളവികയുടെ മറുപടിക്കായി അനന്തൻ കാത്തിരുന്നു. ഒരു ദിവസം ഓഫീസിലെ തിരക്കിനിടയിൽ അവൾ അനന്തന്റെ ക്യാബിനിലേക്ക് ധൈര്യത്തോടെ കയറി വന്നു. ഞാൻ ആലോചിച്ചു, ഞാനൊരു പാവം വീട്ടിലെ കുട്ടിയാണ്. നിങ്ങളുടെ ലോകം എനിക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്തത്ര വലുതാണ്. എങ്കിലും അവൾ തലയുയർത്തി അവനെ നോക്കി. എങ്കിലും ആദിയെ എനിക്ക് നഷ്ടപ്പെടുത്താൻ കഴിയില്ല, എന്നെ സ്നേഹിക്കാൻ പഠിപ്പിച്ച നിങ്ങളെയും. അനന്തന്റെ മുഖത്ത് ആദ്യമായി മാളവിക ഒരു സന്തോഷമുള്ള പുഞ്ചിരി കണ്ടു. ആ പുഞ്ചിരിക്ക് അവൾ അതുവരെ കണ്ട ദേഷ്യത്തേക്കാൾ ശക്തിയുണ്ടായിരുന്നു. അവരുടെ പ്രണയം തുടങ്ങിയതോടെ അനന്തൻ പൂർണ്ണമായും മാറി. അവൻ മൃദുവായി, സ്നേഹമുള്ളവനായി. ജോലിയിൽ പോലും അവന്റെ ദേഷ്യ സ്വഭാവം കുറഞ്ഞു. എങ്കിലും അവർക്ക് വെല്ലുവിളികൾ നേരിടേണ്ടി വന്നു. അനന്തന്റെ സമൂഹത്തിലെ ആളുകൾ മാളവികയുടെ സാമൂഹിക പശ്ചാത്തലം പറഞ്ഞ് പരദൂഷണം പറഞ്ഞു. മാളവികയുടെ നാട്ടുകാർ അനന്തന്റെ ഡിവോഴ്സും സമ്പന്നതയും കണ്ട് അവളെ സംശയത്തോടെ നോക്കി. ഈ സമയത്തെല്ലാം അനന്തൻ അവൾക്ക് കരുത്തും താങ്ങുമായി നിന്നു. മാളവിക, ആരെന്തു പറഞ്ഞാലും എനിക്കൊരു പ്രശ്നവുമില്ല. നീ എന്റെ മകന്റെ സന്തോഷമാണ്, എന്റെ സമാധാനമാണ്. ഈ ലോകത്തെനിക്ക് ഏറ്റവും വലുത് നീയും ആദിയുമാണ്. അനന്തൻ എല്ലാവരുടെയും മുന്നിൽ വെച്ച് മാളവികയോടുള്ള തന്റെ പ്രണയം പ്രഖ്യാപിച്ചു.
1 മാസത്തിനു ശേഷം അനന്തന്റെ വീട്ടിൽ വെച്ച് വളരെ ലളിതമായി എന്നാൽ മനോഹരമായി അവരുടെ വിവാഹം നടന്നു. കർക്കശക്കാരനായ ബോസ് സൗമ്യനായ ഭർത്താവായി മാറി. പേടിച്ച് വിറച്ചിരുന്ന നാട്ടിൻപുറത്തുകാരിയായ സെക്രട്ടറി ആ വീടിന്റെ അമ്മയും വെളിച്ചവും രാജ്ഞിയുമായി മാറി. വിവാഹശേഷം വൈകുന്നേരം ബാക്കി വന്ന അതിഥികളെല്ലാം പോയി. അനന്തൻ, മാളവിക, ആദി എന്നിവർ മാത്രം ആ വീടിന്റെ പൂമുഖത്തിരുന്നു. ആദി തീ വന്ന് മാളവികയെ കെട്ടിപ്പിടിച്ചു. മാളു അമ്മ ഇനി എന്നെ വിട്ടുപോകില്ലല്ലോ. മാളവിക അവനെ ചേർത്തു പിടിച്ചു. ഇല്ല മോനെ, ഒരു കാലത്തും വിട്ടുപോയില്ല. അനന്തൻ മാളവികയുടെ കയ്യിൽ പിടിച്ചു. അവൻ പതുക്കെ പറഞ്ഞു, മാളവിക, നീ എന്റെ ഒറ്റപ്പെട്ട ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ സമ്മാനമാണ്. നന്ദി. മാളവിക അവന്റെ തോളിൽ ചാരി. അവൾക്കിപ്പോൾ പേടിയില്ല. പ്രണയമെന്ന നിഴൽ ഇപ്പോൾ അവരെ ഒരുമിച്ച് ചേർത്ത് പിടിച്ചിരിക്കുന്നു.